ട്രെയിൻ യാത്രക്കാർക്ക് സന്തോഷവാർത്ത. ഇനി മുതൽ RAC ടിക്കറ്റിൽ യാത്ര ചെയ്യുന്നവർക്ക് പകുതി തുക തിരിച്ചു നൽകണമെന്ന ശുപാർശ. പൂർണ്ണ ബർത്ത് സൗകര്യമില്ലാതെ പോകുന്നവരിൽ നിന്ന് മുഴുവൻ റിസർവേഷൻ തുകയും ഈടാക്കുന്നത് ശരിയല്ലെന്നാണ് ചൂണ്ടിക്കാട്ടിയത്. പൂർണ്ണമായ ബർത്ത് ലഭിക്കാതെ RAC ടിക്കറ്റിൽ യാത്ര ചെയ്യുന്നവർക്ക് പകുതി തുക തിരിച്ചു നൽകണമെന്ന പാർലമെന്ററി പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ശുപാർശ നൽകിയിരിക്കുകയാണ്. ഇതിനായി റെയിൽവേ പ്രത്യേക സംവിധാനവും ഒരുക്കണം. പൂർണ്ണ ബർത്ത് സൗകര്യമില്ലാതെ പോകുന്നവരിൽ നിന്ന് മുഴുവൻ റിസർവേഷൻ തുകയും ഈടാക്കുന്നതും ന്യായീകരിക്കാനാവില്ല. തീവണ്ടി യാത്രാ സമയത്തിലെ സമയനിഷ്ഠയെക്കുറിച്ചൊക്കെ സമിതി പരിശോധിച്ചിട്ടുണ്ട്. RAC വിഭാഗത്തിലാണ് ടിക്കറ്റെങ്കിലും റിസർവേഷൻ സമയത്ത് മുഴുവൻ തുകയും യാത്രക്കാരൻ അടയ്ക്കണം. ഇത് ബർത്തിനായി കിട്ടിയില്ലെങ്കിൽ മറ്റൊരു യാത്രക്കാരനുമായി സീറ്റ് പങ്കിടേണ്ടി വരും. അതേസമയം സൂപ്പർഫാസ്റ്റ് തീവണ്ടികൾക്ക് നിലവിലുള്ള വേഗതാ മാനദണ്ഡം പഴഞ്ചനാണെന്നാണ് സമിതി അഭിപ്രായപ്പെട്ടത്. മണിക്കൂറിൽ 55 കിലോമീറ്റർ എന്നതാണ് നിലവിലെ വേഗക്രമം. ഇത് പുതിയ കാലത്തിന് ചേർന്നതല്ല. ആഗോള മാനദണ്ഡമനുസരിച്ച് സൂപ്പർഫാസ്റ്റിന്റെ വേഗ മാനദണ്ഡം പുനഃക്രമീകരിക്കണം. 2030 മണിക്കൂറിൽ 100 കിലോമീറ്റർ വേഗം നിശ്ചയിക്കുന്നതിനുള്ള സാധ്യതയും പരിശോധിക്കണം. വണ്ടി പുറപ്പെടുന്ന സ്റ്റേഷൻ മുതൽ അവസാനിക്കുന്നത് വരെയുള്ള ഒരേ വേഗം ഉറപ്പാക്കണമെന്നും സമിതിയുടെ നിർദ്ദേശമുണ്ട്. രാജ്യത്ത് ആകെ ഓടുന്ന 478 സൂപ്പർഫാസ്റ്റ് വണ്ടികളിൽ 123 എണ്ണത്തിലും 55 കിലോമീറ്ററിന് താഴെയാണ് വേഗതയുള്ളത്. എന്നാൽ ഈ 123-ൽ 47 എണ്ണം 55 കിലോമീറ്ററിൽ കൂടുതൽ വേഗം കൈവരിക്കുന്നുണ്ടെന്നാണ് റെയിൽവേ മന്ത്രാലയം സമിതിയോടും വിശദീകരിച്ചത്. വണ്ടി അനുവദിക്കുമ്പോൾ നിശ്ചയിച്ച സ്റ്റോപ്പുകളേക്കാൾ കൂടുതൽ പുതിയ സ്റ്റോപ്പുകൾ പിന്നീട് വരുന്നതാണ് വേഗം കുറയ്ക്കാനിടയാക്കുന്നതെന്നും മന്ത്രാലയം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. എന്തായാലും ട്രെയിൻ യാത്രക്കാർക്ക് സന്തോഷ വാർത്തയാണ്. ഇനി മുതൽ RAC ടിക്കറ്റിൽ യാത്ര ചെയ്യുന്നവർക്ക് പകുതി തുക തിരിച്ചു നൽകണമെന്ന ശുപാർശയാണ് വന്നിരിക്കുന്നത്. പൂർണ്ണ ബർത്ത് സൗകര്യമില്ലാതെ പോകുന്നവരിൽ മുഴുവൻ റിസർവേഷൻ തുകയും ഈടാക്കുന്നത് ശരിയല്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ശുപാർശ. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.